മെയിനായിട്ടാണ് ജാർ കേക്ക്, കപ്പ് കേക്ക്, പിന്നെ ഡോണറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു സ്പെഷ്യൽ കേക്ക് ചേച്ചി. ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഡോണറ്റ്സ്. ഇവിടെ കുറേ തൊട്ട് തീർന്നിരിക്കട്ടെ, കാലിയായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വേഗം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇതും തീരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മീൻകാരീസ് വ്ലോഗ്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാരഡൈസ് ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ള റോട്ടിലാണ്. നമ്മുടെ ആനമല ചാലക്കുടി ആനമല ജംഗ്ഷനിലുള്ള പാരഡൈസ് റെസ്റ്റോറൻറ്റ് അടുത്താണ്. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, പകരം ഇവിടെ കുറച്ച് സ്പെഷ്യൽ നല്ല അടിപൊളി കേക്ക്സും അതുപോലെ തന്നെ സെൻറ്റർ ഫിൽഡ് ഡോണറ്റ്സ്, ഒരു കിടക്കാഴ്ച ഡോണറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വായിട്ടളച്ച് പറയുന്നില്ല, നമുക്ക് കഴിച്ച് ആസ്വദിച്ച് കണ്ട് നോക്കാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കേക്ക് ഹൗസ്, സിജീസ് കേക്ക് ഹൗസ്. സോ നമ്മളിവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ നമുക്ക് സെറ്റാക്കി തരുന്നപ്പോൾ ചേച്ചി ഇത്രയും സംഭവം വെച്ചിട്ട് അംഗത്തിനുള്ള സാധനങ്ങൾ ഉണ്ട് ഇവിടെ. ശരിക്കും ഇതിപ്പോൾ ഞാൻ എവിടെ നിന്ന് തുടങ്ങും എന്നുള്ള കൺഫ്യൂഷൻ നല്ലോണം ഉണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ നാളെ വന്നിട്ട് ഇതൊക്കെ വേണമെന്ന് ചിലപ്പോൾ കിട്ടിയത് വരില്ലെങ്കിൽ ഓൾറെഡി എന്താ പറയുക പ്രീ ഓർഡർ ആയിട്ട് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി അതിനനുസരിച്ച് എല്ലാം സെറ്റാക്കി തരും. നമുക്കപ്പോൾ വളട്ടേഴ്സ് ആയിട്ട് തന്നിരിക്കണേ. നമുക്കപ്പോൾ ഇതിക്കും തുടങ്ങാം. നല്ല പ്യുവർ വൈറ്റ് നമ്മുടെ ട്രെസ്ലെച്ചസ് ജാർ കേക്കിന് തുടങ്ങാം. ഇവിടുത്തെ മെയിനായിട്ടാണ് ജാർ കേക്ക്, കപ്പ് കേക്ക്, പിന്നെ ഡോണറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു സ്പെഷ്യൽ കേക്ക്. ചേച്ചി എന്താ പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ടാസ്ക്കാണ്, അതൊക്കെ ടാസ്ക് ആയിരിക്കും. ചേച്ചിന് ആൻസർ പറയേണ്ടി വരും. എന്തായാലും ദീർഘിപ്പിക്കേണ്ട നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ജാർ കേക്ക് നമ്മുടെ പങ്കം തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് ആയിട്ടാണ് പിസ്ത വെച്ച്, ഇമ്പോർട്ടഡ് പിസ്ത വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ട്രെസ്ലെച്ചസ് ആണ് നമ്മൾ ഫസ്റ്റിനെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. പിന്നെ ലുക്കുള്ള ഞാൻ കഴിക്കുമ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അരേ വാ വാ വാ, അടിപൊളി, ഭയങ്കര സോഫ്റ്റ് ആണ്. അത് വായിലിടുമ്പോഴേ ഫുള്ള് അങ്ങോട്ട് അലിഞ്ഞു പോകണം. മിൽക്കിന്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട് ഈ പിസ്തയുടെ. ശരിക്കും നടുക്കത്തെ സംഭവമില്ലേ അതിൻ്റെ കിട്ടാനുള്ള ഭയങ്കര ഇങ്ങനെ സ്പോഞ്ചായിട്ട് നമ്മൾ വായിലിടുമ്പോൾ ഈ സംഭവം കാണുന്നേ ഇല്ല. അതുപോലെ ഉണ്ട് ലെയറായിട്ട്. ഫസ്റ്റ് സംഭവം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളി അടിപൊളി. കണ്ട ഇങ്ങനെ മിൽക്ക് ഈ സംഭവത്തിൽ ഉണ്ടാവും. ഇത് അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മുടെ കേക്ക് ഇത്രയും സ്പോഞ്ച് ആവുന്നത്. അടിപൊളി കേട്ടോ. ഓവർ മധുരമില്ലാണ്ട് നിങ്ങൾ ആര് വേണമെങ്കിൽ വന്നോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പർ. ഫസ്റ്റ് വൺ ബലിഫിഷ്. നമുക്ക് രണ്ടാമത്തേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ ഐറ്റം സ്വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായിയുടെ ജാർ കേക്ക്, അതായത് ഫെറേറോ റോഷർ. ഞാനിപ്പോൾ പഠിച്ചതാട്ടോ അതിൻ്റെ ജാർ കേക്ക്. മണക്കണ ശീലം പണ്ടോട്ട് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സ്കൂൾ മാറ്റണോ? മാറ്റാതെ ടേസ്റ്റ് മാറിപ്പോയാലോ. അടിപൊളി ചോക്ലേറ്റ് റിച്ച് ജാർ കേക്കാണ്, കണ്ടാലേ അറിയാം. അപ്പോൾ രണ്ടാമത്തെ ഐറ്റം ടേസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. എന്താ പറയുക, ചോക്ലേറ്റിൻ്റെ ഫുൾ ഫ്ലേവറില്ല, മിഠായിയുടെ ഫുൾ ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഒരു ഇച്ചിരി മധുരം കൂടെ, അത് കേക്കിൻ്റെ മധുരം തന്നെ. പക്ഷേ കൂടുതൽ കഴിക്കാൻ പറ്റില്ല, കൂടുതൽ കഴിച്ചാൽ പട്ടിപ്പോവും. അങ്ങനെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള സംഭവം തന്നെ. പക്ഷെ ഞാനിത് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാലേ ശരിയാവില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ടീസ്പൂണും കഴിക്കാം. മറ്റേ കേക്കിൻ്റെയും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും എന്നെപ്പോലെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്തോ. ഈ മിഠായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു റിച്ച് ചോക്ലേറ്റ് ജാർ കേക്ക് അടിപൊളി. ഇതിന് ഞാൻ 5ൽ ഒരു 4.5 കൊടുക്കും. കാരണം എനിക്ക് മറ്റേതെനിക്ക് മട്ടൂല, എത്ര എണ്ണം കഴിക്കാൻ പറ്റും. സോ ഇതും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ചോക്ലേറ്റ് ലവേഴ്സിന് ഞാൻ പ്രിഫർ ചെയ്യുന്ന ജാർ കേക്ക്. നമുക്ക് മൂന്നാമത്തെ ഐറ്റം. എനിക്ക് പറ്റിയ ആവേശം കൂടി തുടങ്ങിയില്ല, അത്ര ടേസ്റ്റ് കൂടണമായിരുന്നേ, ഭയങ്കര ആവേശം. മൂന്നാമത്തെ ഐറ്റം കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ ഐറ്റം റെഡ് വെൽവെറ്റ് ജാർ കേക്ക്. എല്ലാവർക്കും സുപരിചിതമായ റെഡ് വെൽവെറ്റ്. നമ്മുടെ കിണറൊക്കെ പോയിട്ട് മുള്ളിൽ പോയിട്ട് അയ്യോ 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 പോയി, 2 ലെയർ പോയി. എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെയായിട്ടൊരു ലെയർ ഇരിക്കുന്നത്
ശരിക്കും ഇപ്പം ഞാനടക്കം ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഷോപ്പിൽ ചിലപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതായത് കുറച്ചും കൂടി ഒരു പ്യുവർ ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾക്ക് ഇതല്ല നമ്മൾ കഴിച്ചേക്കുന്ന ടേസ്റ്റ്, അതിനേക്കാൾ എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതായത് ഈ ഒരു യൂസ് ചെയ്തിരിക്കുന്ന ഈ ക്രീമില്ലേ, അതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ശരിക്കും കഴിച്ച് നമുക്ക് എന്തായാലും മനസ്സിലാവും. ശരിക്കും സാധാരണ കഴിക്കുന്ന ഒരു ടേസ്റ്റേ അല്ല, അതിനേക്കാളും വേറെ എന്താ പറയുക, ഒരു വേറെ എന്തോ ഒരു ലെവല് സംഭവം. ശരിക്കും അത് നിങ്ങൾ ഇവിടെ വന്ന് എന്തായാലും ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും, ഭയങ്കരമായിട്ട് മനസ്സിലാവും. എനിക്ക് ഇപ്പം തന്നെ ആലോചിക്കണം, ഞാൻ എത്ര കഴിച്ചതൊക്കെ അപ്പോൾ എന്തായിരുന്നു എന്നൊരു ആലോചന ശരിക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ടെക്സ്ചർ വരുന്നത്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ കേക്കാണ് വായിലിട്ട് ഞങ്ങൾക്കൊരു തരിതരി, അത് ഇപ്പം നമ്മൾ കഴിച്ച 3 നമുക്കത് ഫീൽ ചെയ്യുന്നേ ഇല്ല. നമ്മൾ വായിലിടുന്നു, അതങ്ങനെ അലിഞ്ഞു പോകും. നമുക്കൊരു പണിയില്ല, വെറുതെ വായിലിട്ടൊക്കെ നോക്കിയിരുന്നാൽ മതി, അപ്പോൾ അത് അലിഞ്ഞു പൊക്കോളും. എനിക്കത് ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ പോയിട്ടൊരു കേക്ക് കഴിക്കുന്നതും എന്താ പറയുക, ശരിക്കും നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ വേർഡ്സ് ആണ് കേട്ടോ. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ശരിക്കും ഒരു സംഭവം കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി രണ്ടാമത്തെ വായം കഴിക്കണം. ഇതിപ്പോൾ ഓവർ മധുരമല്ല, നമ്മുടെ പാകത്തിനുള്ള മധുരം. അത് മറ്റേ ഫെറോഷർ പറഞ്ഞ നമ്മൾ ചോക്ലേറ്റ് ലവേഴ്സിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയും. ഇതങ്ങനെ, ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ 515. ഇത് നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചിട്ടുമ്പോൾ ഞാനെടുത്ത് നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോഴേ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്യാനുള്ള ഒരു ആക്രാന്തം അതന്നെ. നമുക്കപ്പോൾ ഇത് ട്രൈ ചെയ്യാം. എന്തായാലും ഇപ്പോൾ എനിക്ക് ഒരു 99% ഉറപ്പാണ് സൂപ്പറായിരിക്കും എന്നുള്ളത്. കാരണം ഇതൊക്കെ കഴിച്ച സ്ഥിതിക്ക് സന്തോഷത്തോടെ ഞാൻ ഇതെടുക്കുന്നത്. ചോക്ലേറ്റ് ലവറായി എനിക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടുമായിരിക്കും. ടേസ്റ്റ് ചെയ്തോട്ടെ. ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റല്ല, ആ ഒരു ഫീല് അതന്നെ നമ്മുടെ ചോക്ലേറ്റ് ദിവസം അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളായിരിക്കും. അപ്പോൾ അതും ഒരു പ്യുവർ ചോക്ലേറ്റ് ഫീല്, അത് എല്ലാത്തിനും ഒരു പ്യുവറസ്റ്റ് ഫോമാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയതും. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഇതിൽ ഓവർ മധുരം, ഇപ്പോൾ ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും ഓവർ മധുരം എന്നുള്ള സംഭവമേ വരുന്നില്ല. നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന മധുരമില്ലേ, ആ ഒരു മധുരം കേട്ടോ വരുന്നത്. എനിക്കിതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും. ഇപ്പം ഇതൊരു കഴിച്ചത് എന്നാലും ഞാൻ പറയാം, ഫസ്റ്റ് മിൽക്ക് കേക്ക് തന്നെ നമ്മുടെ ഫസ്റ്റ് ട്രസ്റ്റ് വെച്ചസ്, അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ആയിരിക്കും വരിക, കാരണം ചോക്ലേറ്റ് ഫ്ലവർ ആയിരുന്നു. അപ്പോൾ ഇതും എല്ലാവരും ട്രൈ ചെയ്തോ, അടിപൊളി സംഭവമാണ്. നമ്മുടെ 5ാമത്തെ ഐറ്റം അയ്യവാ അടിപൊളി നമ്മുടെ പിസ്തയും. ഇനി എനിക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് കുങ്കുമാതിലേക്കും അല്ലല്ലോ, ഇത് നമ്മുടെ രസ്മലായിട്ടാ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ രസ്മലൈ ജാർ കേക്ക്. അയ്യോ ഇങ്ങനെ മാടി വിളിക്കണം എൻ്റെ ഉള്ളിലേക്ക്, ബാ ചേച്ചി ബാ. അയ്യോ മറ്റേ വെള്ളമല്ല പാല എന്തെങ്കണ്ടൊക്കെ വരുന്നത്. അയ്യോ 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 കാണുമ്പോഴേ ഭയങ്കര ഇങ്ങനെ പതാന്നിരിക്കണം. മതി, വെയിറ്റ് ചെയ്യാൻ വയ്യ. അയ്യോ ഭയങ്കര സോഫ്റ്റ് നല്ല പറയണ്ടേ, എന്താ പറയാ, ഇരിക്കണോ കിട്ടാ എനിക്ക് പതുപതാന്ന് പറഞ്ഞിട്ട്. എന്തായാലും തൊട്ടതല്ലേ കഴിച്ചോക്കാം. അതിൻ്റെ പൊന്നെ ആ രസ്മയുടെ ഉള്ളില് അത് ഫുള്ള് ഇങ്ങനെ അബ്സർവ് ചെയ്തിട്ടേ അടിപൊളി. എല്ലാം അടിപൊളിയാണ്, ഞാൻ ഒന്നും അടിപൊളിയാണെന്ന് പറയണമെന്നില്ല. ഇവിടുത്തെ ക്രീമൊക്കെ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ ട്രേഡ് സീക്രട്ടാണ് ഉണ്ട്, പഠിച്ചു വിട്ട് അപ്പുറത്തോട്ട് ബാക്ക് ഓർമ്മ എനിക്ക് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ. നിങ്ങൾക്ക് പുറത്തെ ഭംഗിയെ കാണിച്ചെന്നോ, ഓക്കെ. യെല്ലോ കളർ, പിന്നൊരു ലൈറ്റ് യെല്ലോ കളർ,
അതിൻ്റെ മുകളിൽ കൂടെ രസ്മലായി, അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ എന്തിനാ കുങ്കുമപ്പൂ, പിന്നെ പിസ്ത എല്ലാം കൂടി കൂട്ടിയിട്ട് അവസാനത്തെ വായ. ഒന്നും കൂടെ പറയാം, വരട്ടെ കടിക്കണ്ട, അങ്ങനെ ഇട്ടാൽ മതി. അടിപൊളിയായിട്ടുണ്ട്. ഇത് ഒരു 515 അല്ല, എന്താ പറയാ, ഏറ്റവും മേലെ, അതുക്കും മേലെ. വേറെ ഒന്നും എനിക്ക് പറയാം. നിങ്ങൾ എന്നെ വന്നത് കഴിച്ചു നോക്ക്. ഞാൻ ഇനി പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും ഞാൻ എന്തോ ഇങ്ങനെ പറഞ്ഞു പറയേണ്ടതാണ്. ഒരിക്കലും നിങ്ങൾ വന്ന് കഴിച്ച ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. നിങ്ങൾ ഒന്ന് കഴിച്ചോ, പൊളിയാ. കണ്ട, ഇതിൻ്റെ ഉള്ളിലാണ് ഈ മറ്റേ എന്താണ് കേക്കിൻ്റെ സംഭവം കിടക്കണത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ അബ്സോർവ് ചെയ്തിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് അല്ല, സ്മൂത്ത് അല്ല, വേറെ വല്ല വേർഡ്സ് കണ്ടുപിടിക്കേണ്ടി വരും. ഒരു രക്ഷയില്ല, അടിപൊളി. ഗൈസ്, ഇത്രയും നേരം നമ്മൾ പേരറിഞ്ഞ കേക്കുകളാണ് കഴിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഫ്ലേവർ അറിഞ്ഞ കേക്ക് കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് എനിക്ക് കിട്ടിയൊരു ടാസ്ക് കണ്ടാ. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ഫ്ലേവർ കണ്ടുപിടിക്കണം. ഒന്ന് ഉറപ്പിച്ചു, സ്ട്രോബെറി അല്ല. അതെന്റെ ബുദ്ധിപരമായ വിശകലനത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് സ്ട്രോബെറി അല്ല, കാരണം 3C സംഭവം കൊണ്ടുപോയില്ലല്ലോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയോടെ ഞാനത് മുറിക്കാൻ പോവാട്ടാ. കുറച്ചു നേരം വരെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ അതിന്റെ ഒരു ആഘോഷത്തിൽ ഹാപ്പി ബർത്ത്ഡേ. അയ്യോടാ, അയ്യോ സോഫ്റ്റ് സാധനട്ടാ, അയ്യോ പാവട്ടാ. നോക്കി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ? ഡുണ്ടുണ്ടു കഴിച്ചോട്ടെ ഞാൻ. അയ്യോ ടേസ്റ്റ് എനിക്കറിയാം. അയ്യോ ഇതിനല്ലോ ഒരേ എരിവ് വരുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യം ഇങ്ങനത്തെ ഒരു മണവും കിട്ടണല്ലോ. ഒരേ എരിവുണ്ട്. എരിവുള്ളതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. അയ്യോ നല്ല പരിചയമുള്ള ടേസ്റ്റ്. ഗൈസ്, അതിവിദഗ്ധമായി ഞാൻ പറയാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് പറയാൻ കിട്ടിയില്ല. പക്ഷെ ഇവിടെ ഈ മത്സരം കണ്ടുകൊണ്ടിരുന്ന കുറച്ചുപേരും കൂടി ഉണ്ടായിരുന്നു തൊട്ട് ബാക്കിൽ. ഞാൻ കാണിച്ചുതരാം, കാണിച്ചു കൊടുത്തു. ഇവർക്ക് ആർക്കും കിട്ടില്ല. ഒരാൾ മാത്രം ഊഹിച്ചു പറഞ്ഞു പേരക്കയാണോ എന്നുള്ളത്. പക്ഷെ എരിവ് കണ്ടപ്പോ എനിക്ക് തോന്നി. പക്ഷെ ഞാനത് ഇഞ്ചിന്ന് വിചാരിച്ചു, എരിവ് വന്നപ്പോട്ടാ. ടേസ്റ്റ് ഇഞ്ചിയുടെ അല്ല, പക്ഷെ എരിവിനൊക്കെ പച്ചമുളക് ഇട്ട് കേക്ക് ഉണ്ടാക്കൂലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ പച്ചമുളക് കിട്ടുന്നുണ്ട് കേസ് കേക്കില്. പേരക്കയും പച്ചമുളകും ഒക്കെ കൂടുതലൊരു മിക്സ് സംഭവം. ചെറിയൊരു എരിവും കിട്ടുന്നത്. നമ്മൾ ഇത്രയും നേരം ഈ മധുരം കഴിച്ചിട്ട് അതിൽ നിന്ന് ശരിക്കൊരു റിലാക്സേഷൻ, അതന്നെ പറയണം. ഫസ്റ്റ് ഞാനുണ്ടല്ലോ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. പച്ചമുളക് കൊണ്ട് കേക്കോ? പച്ചമുളകും പേരക്കയും മിക്സ് ചെയ്തൊരു അടാർ ഐറ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ എനിക്ക് നമ്മളിപ്പോൾ പറഞ്ഞു ചേച്ചിക്ക് വിഷമാവും. അയ്യോ ചേച്ചി ഉണ്ടാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞല്ലോ എന്നൊരു വിഷമാവും. നമ്മൾ അഭിനയിച്ചു, പക്ഷെ കൂടുതൽ ആർക്കും മനസ്സിലായില്ല. പക്ഷെ ഒരാഴ്ച കൊണ്ട് ഗസ്റ്റ് ചെയ്തു. എന്തായാലും ഇതൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പച്ചമുളക് കൊണ്ടൊക്കെ കേക്ക്, അരേ വാ, പൊളിച്ച്. നമ്മുടെ 6ാമത്തെ ഐറ്റം ആയിരുന്നിട്ട് ഇത് നമ്മുടെ ചില്ലി ഗുവ കേക്ക്. ഒരു അടിപൊളി സ്പെഷ്യൽ ഐറ്റം. ഇന്ന് ഫസ്റ്റ് ടൈം ആട്ടത് ഇവിടെ പരീക്ഷിച്ചേക്കണേ. ഞാനാണ് പരീക്ഷണ വസ്തു. പക്ഷെ അടിപൊളിയായിട്ട് ഒരു എരിവും കിട്ടും. അതായത് ഈ ക്രീമിന് എരിവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അതിന്റെ സെന്റർ പോർഷൻ വരുമ്പോഴത്തേനും ഒരു ചെറിയൊരു എരിവും കിട്ടുന്നുണ്ട്. ആ ഒരു പേരക്കയുടെ ടേസ്റ്റും കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി സംഭവം. നമ്മൾ ചിലപ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. പേരക്ക വെച്ച് ഓക്കെ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യായിരിക്കും. പക്ഷെ ഈ പച്ചമുളകൊക്കെ വെച്ച് ആരെങ്കിലും കേക്ക് ഉണ്ടാക്കുമെന്ന് ആലോചിക്കും. പക്ഷെ ഇതൊരു ഒന്നൊന്നര ഐറ്റം ആയിട്ടുണ്ട്. ഓവർ എരിവല്ല, ഓവർ മധുരമല്ല, എല്ലാം സെയിം ടു സെയിം. ഭയങ്കര ഒരു ഞെട്ടലും ഒരു എന്താ പറയാ, എല്ലാം കൂടി ചേർന്നൊരു ഫീലിംഗ് ആട്ടോ. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സംഭവമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 6ാമത്തെ ഐറ്റം. നമ്മുടെ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് വേഗം കിടക്കാം. ഗൈസ്, നമ്മുടെ അടുത്ത ഐറ്റം ഒരു കപ്പ് കേക്കാണ് കേട്ടോ. വാനില ബ്ലൂബെറി കോമ്പോയുടെ ഒരു കപ്പ് കേക്കാണ്. അപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് ആദ്യം ഇതിൻ്റെ ഡ്രസ്സ് അഴിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കപ്പ് കേക്ക്, വാനില വിത്ത് ബ്ലൂബെറി ഫിൽഡ്. അപ്പം എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് നടുക്കയിൽ ബ്ലൂബെറിക്ക് വരികയായിരിക്കും. ഇതിൻ്റെ സോഫ്റ്റ്നെസ് കാണിച്ചു തരാട്ടോ. നോക്കി കണ്ടാ, പതുന്ന് പറഞ്ഞിട്ടിരിക്കണ കണ്ടാ. അപ്പോൾ കഴിച്ചു നോക്കാം. ഇത് ഒറ്റയ്ക്ക് പകുതിക്ക് എത്തണമെന്ന് പറഞ്ഞേക്കണം. എങ്ങനെ സാധിക്കുന്നത് എനിക്കറിയില്ല.
ബ്ലൂബെറി ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. സോഫ്റ്റ്നെസ് ഞാൻ പറയുന്നില്ല, ഭയങ്കര സോഫ്റ്റാണ്. നടുക്ക് ബ്ലൂബെറിയും ചുറ്റും വാനില വെച്ച് കവേർഡും. സാധ്യം ഇതിന്റെ ടോപ്പിങ്സ് വന്നിട്ട് ബട്ടർ ക്രീം ആയിട്ടാ തന്നെ. അതൊന്നും ടേസ്റ്റ് ചെയ്തൊക്കെ ഇവിടുത്തെ ക്രീമിനൊക്കെ ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. സാധാ നമ്മുടെ ഒരു കടയിലും കിട്ടൂല ഇങ്ങനത്തെ ഒരു ക്രീം. അടുത്ത ഐറ്റം വന്ന് മക്കളെ നമ്മുടെ ഡോണറ്റ്. ഞാൻ പറഞ്ഞ വെറും ഡോണറ്റ് അല്ല, സെൻട്രിഫിൾ ഡോണറ്റ്. ഇതുണ്ടല്ലോ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ സോഫ്റ്റ് തന്നെ കളിയാക്കണ്ട. ഓക്കെ, ചിങ്ക ചിക്ക ചിങ്ക കണ്ട, ഇത്രയും പതുപതാ സാധനം. നമുക്കതൊക്കെ ഒന്ന് പൊളിച്ചു നോക്കാം. അമ്മീ പോയി 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 പോയി. ഓ എന്റെ പൊന്നിടാവേ, അയ്യോ നോക്കി നോക്കി. എന്റെ ഡയറ്റ് ഭഗവതികളെ, ഭഗവാന്മാരെ. മീശക്കൊന്നല്ലോ അല്ലേ? സാധാരണ ഈ സായിപ്പന്മാരുടെ വട എനിക്ക് ഇഷ്ടമല്ലാത്തതാ. പക്ഷെ നോക്കി, പിന്നെ ഇങ്ങനത്തെ സെൻട്രിഫിൽഡ് എവിടെയൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. മേ ബി റെയർ ആയിരിക്കാം. പക്ഷെ നോക്കി, അയ്യോ ഇത് എത്രത്തോളം ചോക്ലേറ്റ് റിച്ച് ആണെന്നൊക്കെ കണ്ടാൽ തന്നെ അറിയാം. എത്രത്തോളം സോഫ്റ്റ് ആണ്, എത്രത്തോളം ചോക്ലേറ്റ് റിച്ച് ആണെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും കണ്ടാലറിയാം. ഒരു 5-6 ഡാർക്ക് ഫാൻറ്റസി ഒരുമിച്ച് പൊട്ടിച്ച പോലെ ഉണ്ട്. അത്രത്തോളം ചോക്ലേറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ അസോർട്ടഡ് ഡോണറ്റ്. ചുരുക്കി പറഞ്ഞാൽ തൊളിയുള്ള ഡോണറ്റ്. നമ്മൾ കുറച്ച് കഴിച്ചത് തൊളിയില്ലാത്ത ഡോണറ്റ്. അപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു. നമ്മൾ നേരത്തെ കഴിച്ചത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ കണ്ട. ഭയങ്കര പതുപതുപൂന്നിരിപ്പുണ്ട്. എന്തായാലും നമുക്ക് മുറിക്കാം. ചെഞ്ചര ചെഞ്ചര ചെഞ്ചര. അയ്യോ മുറിഞ്ഞു പോയി. ചെഞ്ചര 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 കണ്ട. പിന്നെ പയ്യെ മുറിക്കുക, ഒന്ന് നോക്കുക, ആനന്ദപ്പെടുക, വയലേക്കിടുക. ശരിക്കും ഇത് ഓവർ മധുരമില്ല കേട്ടോ. ഇത് കുറച്ചും കൂടി സ്വീറ്റ് ആയിരുന്നു ഈ ചോക്ലേറ്റിൻ്റെ. അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചോക്ലേറ്റ് ആട്ടോ. കാരണം ഞാൻ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് എനിക്ക് അധികം ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതായിരിക്കും. പക്ഷെ ഒരു നോർമൽ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതായിരിക്കും ചിലപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടാം. പക്ഷെ എന്നെ പോലെ എക്സ്ട്രാ ഓർഡിനറി ആൾക്കാർക്ക് ഇതായിരിക്കും ഇഷ്ടപ്പെടാം. സൂപ്പറുണ്ട്. കാരണം ഇത് ഓവർ മധുരം ഇല്ലല്ലോ. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചോക്ലേറ്റ് ആയിരിക്കും. കാണുമ്പോൾ തന്നെ ചോക്ലേറ്റിനെ ഒഴുകി വരണണ്ട. ഇതോടെ എൻ്റെ ഡയറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നാളെ തൊട്ട് ഞാൻ ലീവാണ് ഒരാഴ്ചത്തേക്ക്. പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. സോ ഗൈസ്, ഞാൻ തളർന്നു, ശരിക്കും തളർന്നു. പക്ഷേ എനിക്കിത് നിൽക്കാൻ വയ്യ. വല്ല ക്രെയിനും കൊണ്ടുവരാനെ പൊക്കിയെടുക്കാനായിട്ട്. ഞാൻ റെസ്റ്റ് എടുത്തിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ച് നോക്കി. എല്ലാം ഒരു 5 on 5 ആണ് എല്ലാ ഐറ്റംസിനും. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ഇവിടെ വന്ന് നോക്കുക. ഇപ്പോൾ കേക്കൊക്കെ പ്രീ ഓർഡർ ചെയ്തിട്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോവുക. വേറെ ഷോപ്പിനെ ആശ്രയിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല മാത്രം വേറെ ഷോപ്പിലേക്കൊക്കെ പോയി നോക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് നമുക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾ ചാലക്കുടിക്കാർ മീഡിയ എന്നുള്ളൊരു ഇൻസ്റ്റാ പേജ് വഴി നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഈ കടയുടെ ഇപ്പോൾ ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്നെ ഗ്യാരണ്ടി പറഞ്ഞ് നിങ്ങളുടെ ഒന്ന് പോവാട്ടെ. അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഇനിയും നല്ല നല്ല ഫുഡും ട്രാവലും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും കാണും. അതിലേക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക കേക്ക് ഷോപ്പിൽ നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചെറുപറ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, അത്രേ ഉള്ളൂ. ടാറ്റാ.